ഇന്ന് രാവിലത്തേക്ക് നമുക്ക് പുട്ടാണ്. അപ്പോൾ പഴവും പുഴുങ്ങുന്നുണ്ട്. പുട്ട് കഴിക്കാത്തവരുണ്ട് വീട്ടിൽ. അപ്പോൾ അവർക്ക് പഴം പുഴുങ്ങിയതും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുട്ട് കഴിക്കുന്നവർക്കും അധികം ഒരു കോമ്പിനേഷൻ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പഴം കൂടി പുഴുങ്ങാനിടുന്നത്. അപ്പോൾ രാവിലെ വെള്ളം തിളപ്പിച്ചതിന് ചായക്കുള്ള വെള്ളം തിളപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളത്തിൽ തന്നെയാണ് പഴം പുഴുങ്ങിയെടുക്കുന്നത്. പുട്ടൊരു സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മീൻകറിയും പപ്പടവും ഉണ്ട് കേട്ടോ. മീൻകറി ഇന്നലത്തേതാണ്. അപ്പോൾ അത് നല്ല രസമല്ലേ തലേ ദിവസത്തെ മീൻ കറിയും കൂട്ടും കഴിക്കാൻ. എന്തുണ്ടെങ്കിലും തലേ ദിവസത്തെ മീൻ കറി കൂട്ടി പുട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാനതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ രാവിലെ ചായ കുടിക്കാൻ. ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ല. ഉമ്മ പഴവും പുട്ടും എടുത്ത് ഞാൻ മീൻ കറിയും പുട്ടും പപ്പടമാണ് എടുത്തത്. മക്കളെ കാത്തൊന്നും എങ്ങനെയാണെങ്കിലും നേരം വൈകൂട്ടാം. അതുകൊണ്ടാണ് ഞാനും ഉമ്മയും ചായ കുടിക്കാനിരുന്നത്. രാത്രി ചൂടൊക്കെ ആയത് കാരണേ ഉറങ്ങാനും നേരം വഴുകും. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാനും നേരം വഴുകും. അപ്പോൾ അവരെ കാത്തുനിന്നാൽ ശരിയാവില്ലല്ലോ. ചായ കുടിച്ചിട്ട് നമുക്ക് വേറെ പരിപാടികളില്ലേ, ഉച്ചത്തേക്കുള്ള സംഭവങ്ങളൊക്കെ തയ്യാറാക്കണ്ടേ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കാത്തു നോക്കും. നീച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് എന്തായാലും കാത്തു നിന്നിട്ട് കാര്യമില്ല എന്നറിയാം. വിളിച്ച് തോറ്റു പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു.